ഞാൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത്. എൻ്റെ കൂടെ ഞങ്ങളുടെ മെഡിക്കൽ ബോർഡിലുള്ള ഡോക്ടർ മിഷേൽ ന്യൂറോ സർജൻ ഉണ്ട്, ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതമുണ്ട്, പിന്നെ റേഡിയോളജി ഹെഡ് ഡോക്ടർ അനിലുണ്ട്. അപ്പോൾ ഇവരാണെന്നെല്ലാം മെഡിക്കൽ ബോർഡ് കൂടി CT സ്കാൻ എടുത്തതിൻ്റെ റിവ്യൂ പറയാനാണ് വിളിച്ചത്. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ വളരെ കുറവേ ഉള്ളൂ, ഒരു 200 ml താഴെ ഉള്ളൂ, 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്, കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻഫെക്ഷൻ അതർവൈസ് ലങ്സിലുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്, നല്ല ആൻറ്റിബയോട്ടിക് 2 തരം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊക്കെ അത് പോകുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ടീമായ ഡോക്ടർ ജയകുമാർ, കോട്ടയത്തു നിന്നുള്ള ഡോക്ടർ ജയകുമാർ ഇന്നലെ രാത്രി വന്ന് കണ്ടു. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു, ഈ ആസ്പിറേറ്റ് ചെയ്ത ഒരു ക്ലോട്ട് ഒരു ലങ്സിൻ്റെ തുടക്കത്തിൽ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് ഇട്ടിട്ട് അതെടുത്ത് മാറ്റി, ക്ലോട്ട് മാറ്റി. അപ്പോൾ ഒരു റെസ്പിറേറ്ററി ഇത്തിരി ഡിപ്രഷൻ വന്നപ്പോഴാണ് നമ്മളത് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നോക്കിയപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ ഡോക്ടറിൻ്റെ ജയകുമാർ ഉള്ളപ്പോൾ തന്നെയാണ് അതെല്ലാം ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെയും ഡോക്ടർ ജയകുമാറിന് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും പറയുന്നത് സെയിം പ്രോട്ടോക്കോൾ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഡോക്ടർ മിഷേൽ, ഐ വിൽ ആസ്ക് ഡോക്ടർ മിഷേൽ ആൻഡ് ഗൗതം ഓൾസോ ടു ടോക്ക്. ഇന്നത്തെ സ്കാൻ പ്രകാരം പുതുതായിട്ടുള്ള അഡീഷണൽ ഇഞ്ചുറീസ് ഒന്നും ഫോർച്ചുനേറ്റ്ലി ഉണ്ടായിട്ടില്ല. ഇന്നലത്തെ സ്റ്റാറ്റസ് കോ തന്നെയാണ്. അത് തന്നെ ഒരു വലിയ ഗ്രാറ്റിഫൈങ് ഫൈൻഡിങ് ആണ്. പുതുതായിട്ടുള്ള ഡിസെക്ഷൻസോ സ്ട്രോക്കോ അഡീഷണൽ ഡാമേജുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രെയിൻ ഭാഗത്തു നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി. ലങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ലങ്സ് ഓക്സിജൻ ഡെലിവറി ചെയ്യുന്നൊരു ഓർഗൻ ആയതുകൊണ്ട് ലങ്സിൻ്റെ ഔട്ട്കവും ടോട്ടൽ ഔട്ട്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. യൂഷ്വലി സ്കാനിൽ അങ്ങനത്തെ ഒരു ഇഞ്ചറി ഉണ്ടെന്നൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. വെരി റെയർലി ആ ഒരു പാറ്റേണിനനുസരിച്ച് പ്രതികരണം അങ്ങനെ മോശമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതെപ്പോഴും വളരെ ഗ്രേവായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. കാരണം ഓൺ ദി ഹോൾ ലങ്സും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിൽ ആകുമ്പോഴാണ് ബ്രെയിനിന് റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടുന്നത്. അത് പറയാറായിട്ടില്ല. കാരണം ഈ ലങ്സിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അത് ലങ്സിന് ചിലപ്പോൾ ഇത്തിരി ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട്. അതങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ്. കാരണം ഷീസ് എ ലിറ്റിൽ ഒബീസ് പേഴ്സൺ. അപ്പോൾ ഇത്തിരി തടിയുള്ള ഒരാളാവുമ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും. റിക്കവറിക്ക് കുറച്ച് സാധാരണ നിലയിൽ നിന്ന് കുറച്ച് അധികം സമയമെടുക്കും. ഇല്ല, ഷീസ് ഓൺ വെന്റിലേഷൻ ആവുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ് സ്റ്റേറ്റ് നൗ. ഷീ ഈസ് ഹാവിങ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഷീ വാസ് ഓൺ എക്കോസ്പിരിൻ. ആ എക്കോസ്പിരിൻ കഴിച്ചിരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത്. ഇന്നലെ ഇവിടുത്തെ ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല വൂണ്ടായിരുന്നു, അതൊരു ലാസറേറ്റഡ് വൂണ്ടായിരുന്നു. അതിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ 2 യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ HB ഈസ് 11.4 സ്റ്റേബിളാണ്. അപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ CT ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ടുമില്ല. സ്കൾ ഫ്രാക്ചർ ആയിട്ടില്ല. ഒരു നേസോ എത്മോയിഡൽ സൈനസ് ഫ്രാക്ചേഴ്സ് ഇവിടെ ഉള്ളൊരു ഫ്രാക്ചറാണ്. മാക്സിലർ ഫ്രാക്ചറും നേസൽ ബോൺ ഫ്രാക്ചേഴ്സും ഉണ്ട്. യൂഷ്വലി ഇതിൻ്റെ റിക്കവറി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ്. അതിന് അങ്ങനെയാണ്.
ഐ വോണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതം, ഇപ്പോൾ ഗൗതത്തിൻ്റെ യൂണിറ്റിലാണ് MLA ഉള്ളത്. പറയും. ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കേൾക്കാം. ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ബേസിക്കലി ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലങ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മെയിനാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ ഇന്ന്. സോ ബേസിക്കലി ആ വീഴ്ചയിലുണ്ടായ ക്ഷതം, അതുമൂലം ഉണ്ടായ ലങ്സിലുണ്ടായ കാര്യമായ ക്ഷതം, ബ്ലീഡിങ്, അതുകൂടാതെ പുള്ളിക്കാരി ആസ്പിറേഷനിലുണ്ടായ ബ്ലഡും അതുകൊണ്ടുണ്ടാകുന്ന ലങ്സിലേക്കുള്ള കാര്യമായ മാറ്റങ്ങൾ. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ന് വെന്റിലേറ്ററിലൂടെ പുള്ളിക്കാരിക്ക് ലങ്സിനും അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൂടാതെ ആൻറ്റിബയോട്ടിക് കവർ. സോ ഓവറോളായിട്ട് നമുക്ക് ലങ്സിന് സമയമെടുക്കും ഇങ്ങനത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. അതുകൊണ്ട് തന്നെയാണ് വെന്റിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. സോ വരും ദിവസങ്ങളിലും വെന്റിലേറ്ററിൻ്റെ ആവശ്യകതകളുണ്ട്. ബോധത്തിൻ്റെയും ബ്രെയിനിൻ്റെയും കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പതുക്കെ ആയിരിക്കും പുള്ളിക്കാരിയെ ബോധത്തിലേക്കും സ്വതമേ ശ്വാസം എടുക്കാനുള്ള ഒരു രീതിയിലേക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ന് എന്തായാലും പുള്ളിക്കാരി വെന്റിലേറ്ററിലേക്ക് തുടരും. ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത്. ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡ് പ്രഷർ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. അതെ, അതിപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ആൻറ്റിബയോട്ടിക് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ആൻറ്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത്. ഓപ്റ്റിമം ഡോസ് എന്നാണ് പറയുക. അവൻ്റെ ആവശ്യത്തിനുള്ള ഡോസ് 8 തവണ 2 ആൻറ്റിബയോട്ടിക് പോകുന്നുണ്ട്. ഒരെണ്ണം 8 തവണ, ഒരെണ്ണം ട്വൈസ് ഡെയിലി ആയിട്ട് പോകുന്നുണ്ട്. അത് എനിക്കറിയില്ല. ഇനി നാളെ ഉണ്ടാവുള്ളൂ. നാളെ അല്ല, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. വൈകുന്നേരം എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ മാത്രം. നാളെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്നൊന്ന് വീൻ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ നാളെ നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് പറയാം. സോറി, ഇനി ഇപ്പം അത്യാവശ്യമായിട്ടോ ഒന്നുമില്ല. CT ആവശ്യമില്ല. ഇപ്പം CT ആവശ്യമൊന്നും ഇനിയില്ല. ഇപ്പം ഇല്ല. നമ്മൾ ചെയ്തു, ഇന്ന് രാവിലെ ചെയ്തതാണ്. I said no. He asked that question. I said she is not out of danger. Not yet. Okay, thank you. സെമലയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ പൂർണ്ണമായും ഗുരുതരാവസ്ഥയിൽ നിന്നും മാറിയെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതിയുണ്ട്. രോഗിയുടെ വൈറ്റൽ സ്റ്റേബിൾ ആണെങ്കിൽ കൂടി ശ്വാസകോശത്തിനേറ്റ സാരമായ ചതവ് കാരണം കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട ആവശ്യകതയുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നതും ഒപ്പം ഇപ്പോൾ ഡോക്ടർമാർ പ്രതികരിച്ചതും. ഒപ്പം തന്നെ ശ്വാസകോശത്തിന്റെ ചതവിനായി ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. സഹിൻ ആന്റണിയുടെ സഹിൻ പറഞ്ഞോളൂ. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷിയാസ്, ഈ ഇത്ര വലിയ പരിപാടി നടന്നിട്ട് എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ കുട്ടികളിൽ നിന്നെല്ലാം പണം പിരിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, അത് ഗൗരവതരമായിട്ടുള്ള നടപടികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് പോലീസും GCDയുമാണ്. രണ്ടു കൂട്ടരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. GCDയുടെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആ അനാസ്ഥയുടെ ഇരയായി ഇന്നൊരു ജനപ്രതിനിധി, ഒരു MLA മാറി എന്നുള്ളതാണ്. മന്ത്രിയും ADGP ശ്രീജിത്തും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കമ്മീഷണർ പോലും ഉണ്ടായിരുന്നു. അവരെല്ലാം ഇരിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. സ്വാഭാവികമായും ആ സ്റ്റേജ് നമ്മളറിയാം. ഇത്ര VIP-കൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള സ്റ്റേജ്, അതിന് PWD തന്നെ അതിനൊരു അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊന്നുമില്ലാതെ ഒരു ഇത്രയധികം 10-12,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി എന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്ക് ഇത്രയധികം VIP-കളെ മന്ത്രിമാർ ഉൾപ്പെടെ വിളിച്ചു വരുത്തുമ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ല. അത് ആരാ അതിൻ്റെ ഉത്തരവാദി? GCDയെയും ഈ ആളുകളുമാണ്.
അപ്പോൾ ഇതെല്ലാം പണം പിരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒരു സാമ്പത്തിക ലക്ഷ്യം വെച്ചുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യമുള്ള ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളേണ്ട ആളുകളല്ല ഉദ്യോഗസ്ഥർ. ആരാണ് ഇതിന്റെ സംഘാടകർ എന്ന് പോലീസ് വല്ല പുറത്തു വിടുന്നുണ്ട്? അതറിയില്ല, പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല, സംഘാടകർ ആരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം പിന്നിലൊരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവ് എന്ന് പറയുന്നത് ഒന്ന് പണമായിരിക്കാം, ഒന്ന് പ്രശസ്തിയായിരിക്കാം. സ്വാഭാവികമായും അതിന് ഇത്തരത്തിലുള്ള ആളുകളെ ഇരയാക്കേണ്ടതില്ല. അതിൻ്റെ ഗുരുതരമായിട്ടുള്ള പിഴവ് GCDAക്ക് ഉണ്ടായിട്ടുണ്ട്, പോലീസിനുണ്ടായിട്ടുണ്ട്. അത് ഗൗരവപൂർവ്വം അന്വേഷിക്കുക, സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, നാളുകളിൽ ഇത് ആവർത്തിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാനുള്ള ഒരു നടപടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഖേദകരമാണ്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥകൾ തുടർന്നാൽ അതേത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് ചെയ്യും. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഡോക്ടർമാർ അല്പനേരം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമാ തോമസിന്റെ നില ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ആന്റിബയോട്ടിക്കുകൾ നൽകിയിരിക്കുന്നത് പരമാവധി ഡോസാണ് ഉമാ തോമസിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 2 രീതിയിലാണ് ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതെന്ന് പറയുന്നു. റൂട്ടീനായിട്ട് നടത്തേണ്ട CT സ്കാനും ഒപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റും എല്ലാം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളേക്ക് മാത്രമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുക. വെന്റിലേറ്ററിൽ വരും ദിവസങ്ങളിൽ തുടരേണ്ടിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി വെന്റിലേറ്ററിലേക്ക് ഈ രോഗിയെ കിടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ ഡോക്ടർമാർ പറയുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ അവർ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആശ്വാസകരമായ ഒരു വാർത്ത പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപകടനില ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇല്ലെന്നാണ് തോന്നുന്നു അല്ലേ ഡോക്ടേഴ്സ് പറഞ്ഞത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. അതായത് എന്തെങ്കിലും ഹോപ്പ്, പ്രതീക്ഷയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമായിരിക്കും ഇന്നൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതേ തൽസ്ഥിതി തുടരും. നാളേക്ക് മാത്രമായിരിക്കും ഒരു ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡിൻ്റെ ഒരു യോഗം ചേരുക. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യുക. എന്തായാലും ഇന്ന് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇനി ഉണ്ടാകില്ല. ആശ്വാസകരമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരെയും ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി എന്ന് പറയുന്നത് ഗുരുതരമായി തന്നെയാണ് ഡോക്ടർമാർ കാണുന്നത്. കാരണം ഇന്നലെയെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ തലയ്ക്കേറ്റ ക്ഷതം അത് കാര്യമായി തന്നെയുണ്ട്. ഒപ്പം മറ്റൊന്ന് പറയുന്നത് വാരിയെല്ലിന് പറ്റിയ പരിക്ക്. അത് ആ വാരിയെല്ലിന് പറ്റിയ പരിക്ക് ലെൻസിലേക്ക് കയറി അവിടെ രക്തം തളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. ഇതെല്ലാം ഗുരുതരമായി തന്നെയാണ് ഡോക്ടർമാർ കാണുന്നത്. മറ്റൊന്ന് ഈ മുഖത്തേറ്റ ക്ഷതം അതും കാര്യമായി തന്നെയാണ് കാണുന്നത്. ഈ അപകടനില തരണം ചെയ്തിട്ടില്ല, ആൾക്ക് ബോധമില്ല, അബോധാവസ്ഥയിൽ തന്നെയാണ് ആളിപ്പോഴും തുടരുന്നത് എന്നുള്ള വാർത്തയാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ഡോക്ടർമാർ പങ്കുവച്ചത്. ഉമാ തോമസ് MLA ഇന്നലെ ഇവിടെ വീണതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. വെന്റിലേറ്ററിൽ ആൾ തുടരുന്നു എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെ ആളെ നിർത്തേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്പനേരം മുൻപ് മുഹമ്മദ് ഷിയാസൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. പക്ഷേ ഈ ആശ്വാസകരമായ കാര്യം ഇന്നലത്തതിൽ നിന്നും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഡോക്ടർമാരുടെ വാക്കുകളാണ്.